ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ക്യാബേജ് വടയുടെ റെസിപ്പി കാണാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ക്യാബേജ് വട ഉണ്ടാക്കുന്നതിനായി 1 കപ്പ് അളവിൽ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിരാൻ വയ്ക്കാം. ഒരു 3 മണിക്കൂർ സമയം കുതിരാൻ വെക്കണം കേട്ടോ. ഇപ്പോൾ പരിപ്പ് നല്ലപോലെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഈ പരിപ്പ് ഒന്ന് അരച്ചെടുക്കണം. അതിനു മുന്നേ ഇതിൽ നിന്നും 2 ടേബിൾ സ്പൂൺ അളവിൽ പരിപ്പ് മാറ്റി വയ്ക്കാം. ഇനി ബാക്കിയുള്ള പരിപ്പിൽ നിന്നും കുറച്ച് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കാം. ഒരുപാടങ്ങ് അരയ്ക്കേണ്ടതില്ല, ഇതുപോലെ ചെറിയ തരികളോട് കൂടി വേണം അരച്ചെടുക്കാൻ. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 കപ്പ് അളവിൽ ക്യാബേജ് ഇതുപോലെ ചെറുതാക്കി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് കടലപ്പരിപ്പിന് 2 കപ്പ് ക്യാബേജ് ചോപ്പ് ചെയ്തത് എന്ന അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ച് സമയം വയ്ക്കാം. ഇങ്ങനെ ചൂടുവെള്ളവും ഉപ്പും ചേർക്കുന്നത് ക്യാബേജിലുള്ള വിഷാംശം പോകാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒരു സ്ട്രെയിനർ യൂസ് ചെയ്ത് നല്ലപോലെ ഒന്ന് അരിച്ചെടുത്ത് വെക്കണം. ഇനി നമുക്ക് വടയുണ്ടാക്കാനായിട്ട് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കാണാം. ഒരു സവോള ചെറുതാക്കി ചോപ്പ് ചെയ്തത്, 4 പച്ചമുളക് അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, പിന്നെ കുറച്ച് മല്ലിയില. ഈ മല്ലിയില എടുത്തതിന് പകരം കറിവേപ്പില എടുത്താലും മതി. ഇനി ഒരു ബൗളിലേക്ക് സവോള അരിഞ്ഞതും പച്ചമുളകും ഇഞ്ചിയും മല്ലിയിലയും ചേർത്ത ശേഷം വെള്ളമില്ലാതെ നല്ലപോലെ സ്ട്രെയിൻ ചെയ്തെടുത്ത ക്യാബേജ് ചേർക്കാം. ഇനി നമുക്ക് നേരത്തെ അരച്ചെടുത്ത പരിപ്പ് ചേർക്കാം. കൂടെ തന്നെ അരയ്ക്കാതെ മാറ്റി വെച്ച ഒരു 2 ടേബിൾ സ്പൂൺ പരിപ്പില്ലേ, അതും കൂടെ ചേർക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 3/4 ടീസ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയും ചേർത്ത ശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്ത് കഴിഞ്ഞാൽ ഇനി ഈ മിക്സിൽ നിന്നും കുറേശ്ശെയായിട്ട് എടുത്ത് പരിപ്പുവടയുടെ ഷേപ്പിലാക്കി എടുക്കണം. ഒരുപാട് അങ്ങ് വലുതാക്കണ്ട, ഈ ഒരു വലിപ്പത്തിലാക്കി എടുക്കുന്നതായിരിക്കും ഫ്രൈ ആക്കുമ്പോൾ നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ക്യാബേജ് വട കിട്ടാനായിട്ട് കൂടുതൽ നല്ലത്. ഇനി നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ വട ഓരോന്നായിട്ട് നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് അപ്പോൾ തന്നെ ഇളക്കി കൊടുക്കരുത് കേട്ടോ. അതുപോലെ തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ആക്കി എടുക്കാൻ. തീ ഒരുപാട് കൂട്ടി വെച്ചാൽ ക്യാബേജ് വടയുടെ പുറംവശം വേഗം മൊരിഞ്ഞ് വരികയും ഉൾഭാഗം വേവാതിരിക്കുകയും ചെയ്യും. അപ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കളറ് മാറുന്നതിനനുസരിച്ച് തിരിച്ചു മറിച്ചിട്ട് വേണം ഫ്രൈ ആക്കി എടുക്കാൻ. 2 വശവും ഇതുപോലെ മൊരിഞ്ഞ് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നേരം നമുക്കിനി ഇത് എടുക്കാവുന്നതാണ്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ പരിപ്പ് വട ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ക്യാബേജ് വടയും ഒരുപാട് ഇഷ്ടപ്പെടും. നമ്മളെടുത്തിരിക്കുന്ന അളവ് പ്രകാരം ഈ ഒരു വലിപ്പത്തിലുള്ള 16 ക്യാബേജ് വട ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാബേജ് വീട്ടിലുണ്ടെങ്കിൽ 4 മണി ചായക്ക് കഴിക്കാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണിത്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്കൊന്ന് മറക്കാതെ ലൈക്ക് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഇതുപോലത്തെ റെസിപ്പികൾക്കായിട്ട് കുളിനറി ടേൽസ് ബൈ ആര്യ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ. മറ്റൊരു റെസിപ്പി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.